നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് പല ജില്ലകളിലും വേനൽ മഴ റിപ്പോർട്ട് ചെയ്യുന്നത് അല്പം ആശ്വാസകരമാണ്. എന്നിരുന്നാലും പകൽ സമയങ്ങളിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. പകൽ സമയങ്ങളിൽ ആളുകൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ തന്നെ സൂക്ഷിക്കണമെന്നുള്ള മുന്നറിയിപ്പും ആരോഗ്യ വകുപ്പ് നൽകുന്നുണ്ട്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കണം എന്നുള്ളത്. പക്ഷേ ഈ പറയുന്ന പോലെ ആരോഗ്യ വിദഗ്ധർ അടക്കം പറയുന്നത് നിർജ്ജലീകരണം ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് അത് തടയാൻ വെള്ളം കുടിക്കണമെന്നാണ്. പിന്നെ ചൂടുകാലത്ത് എന്തെല്ലാം ചെയ്യണമെന്നും ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരെല്ലാം തന്നെ മുന്നറിയിപ്പ് നൽകാറുണ്ട്. പക്ഷേ ഈ വെള്ളം കുടിക്കുന്നത് അമിതമായാൽ അത് ആപത്ത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വാർത്തകളാണ് പുറത്തു വരുന്നത്. പലപ്പോഴും അയഞ്ഞ തരത്തിലുള്ള, അതായത് ശരീരം മൊത്തം മറയ്ക്കുന്ന അയഞ്ഞ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം, അല്ലെങ്കിൽ നേരിട്ട് വെയിൽ കൊള്ളരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയാലും പല ആളുകളും ഈ ഒരു ചൂട് സമയത്ത് അസ്വസ്ഥരാകുന്ന ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതീവ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ വെന്തുരുകുന്ന വേനലിൽ ധാരാളം വെള്ളം കുടിക്കണോ എന്ന സംശയം എല്ലാവർക്കുമുണ്ട്. ഇക്കാര്യത്തിൽ ഒരു മുൻകരുതൽ നല്ലതാണ് എന്നാണ് ഡൽഹിയിൽ നിന്നും വരുന്ന ഒരു വാർത്ത. ഡൽഹിയിൽ 25-കാരൻ്റെ അനുഭവം ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഈ ഒരു യുവാവ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണ്. ആ ഒരു ജോലിയാണ് ചെയ്യുന്നത്. കൊടും ചൂടിൽ നഗരം മൊത്തം കറങ്ങി തൻ്റെ സ്ഥാപനത്തിലെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ് ഇയാളുടെ ജോലി. കുടിവെള്ളം പലതവണ കുടിച്ചുകൊണ്ടേ ഈ ഒരു ജോലിയിൽ ഏർപ്പെടുകയായിരുന്നു. ഈ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നതൊക്കെ തന്നെ വളരെ കുറവായിരുന്നു. വൈകുന്നേരത്തിനുള്ളിൽ ഒരു ദിവസം ഇയാൾ 5 ലിറ്ററോളം വെള്ളമാണ്, അതായത് ഏകദേശം വൈകുന്നേരത്തിനുള്ളിൽ 5 ലിറ്ററോളം വെള്ളമാണ് ഇത്തരത്തിൽ കുടിച്ച് തീർത്തത്. പക്ഷേ ആവശ്യത്തിന് വെള്ളം കുടിച്ചിട്ടും ശരീരം മൊത്തം മറയുന്ന വസ്ത്രം ധരിച്ചിട്ടും യുവാവ് തളരാൻ തുടങ്ങി. ഉടൻ തന്നെ ഇയാൾ സ്വന്തം സ്ഥാപനത്തിലേക്ക് മടങ്ങി. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും നില വഷളായി, അവിടെ തല കറങ്ങി വീഴുകയായിരുന്നു. പിന്നീട് സഹപ്രവർത്തകരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പരിശോധനയിലാണ് ജല ദൗർലഭ്യമല്ല, മറിച്ച് അമിതമായി വെള്ളം കുടിച്ചതാണ് വില്ലനായതെന്ന് വ്യക്തമാവുകയായിരുന്നു. എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് ധാരാളമായിട്ട് വെള്ളം ഒറ്റയടിക്കൊക്കെ കുടിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുമോ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം ചെല്ലുന്നുണ്ട്, അതുകൊണ്ട് നല്ലതാണ് ഈ ചൂടിൽ നിന്ന് എന്ന് പറയുമ്പോഴും അമിതമായിട്ട് ഒരേ സമയത്ത് വെള്ളം അധികമായി ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതും നമ്മുടെ ജീവൻ ആപത്താണെന്നാണ് ഡോക്ടർമാരടക്കം പറയുന്നത്. ഡോക്ടർമാരുടെ റിപ്പോർട്ട് പ്രകാരം യുവാവ് രാവിലെ ഒന്നും കഴിച്ചിരുന്നില്ല. ഉച്ചയ്ക്കാകട്ടെ ലഘുഭക്ഷണം മാത്രമാണ് കഴിച്ചത്. എന്നാൽ അതും ഉപ്പില്ലാത്ത ഭക്ഷണമായിരുന്നു കഴിച്ചത്. ഇതോടുകൂടി യുവാവിൻ്റെ ശരീരത്തിലെ സോഡിയം എല്ലാം നഷ്ടമായതാണ് യുവാവിനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. കൂടുതൽ വെള്ളം കുടിച്ചതോടെ വിയർപ്പിലൂടെ സോഡിയം വൻതോതിൽ പുറന്തള്ളപ്പെട്ടു. ഇതോടെയാണ് യുവാവ് തളർന്നു വീണത്. സോഡിയം കുറയുന്നത് മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് വളരെ അപകടകരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. സോഡിയം കുറയുന്നതോടെ ജലത്തെ സംരക്ഷിക്കുക എന്ന ചിന്തയിലേക്ക് ശരീരമെത്തും. തുടർന്ന് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനായി പറ്റാവുന്ന അത്ര വെള്ളം കോശങ്ങൾ ആഗിരണം ചെയ്യും. എന്നാൽ തലച്ചോറിന് ആഗിരണം ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കാനാകുന്നില്ല. തുടർന്ന് തലയോട്ടിക്കുള്ളിൽ കിടന്ന് തലച്ചോറ് വികസിക്കുന്നു. ഇത് തലച്ചോറിന് പരിക്ക് പറ്റാനും മരണത്തിന് കാരണമാകാനും സാധ്യതയുണ്ട്. ഈ അവസ്ഥ ഹൈപ്പോതെർമിയ എന്നാണ് അറിയപ്പെടുന്നത്. അതേസമയം തന്നെ ആവശ്യത്തിൽ കൂടുതൽ സോഡിയം അകത്ത് ചെല്ലുകയും വെള്ളം എത്താതിരിക്കുകയും ചെയ്താലും പ്രശ്നമാണ്. കോശങ്ങൾ ജലമില്ലാതെ ചുരുങ്ങും. തുടർന്ന് ദാഹം അമിതമാകും. തുടർന്ന് തലച്ചോറിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാകും. ഒടുവിൽ തലച്ചോറിൻ്റെ പ്രവർത്തനം എന്നേക്കുമായി നിലയ്ക്കും. വ്യക്തമായ അളവ് നോക്കി ഭക്ഷണവും വെള്ളവും കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് തയ്യാറാക്കി ഉപയോഗിക്കുകയാണ് ആരോഗ്യരക്ഷയ്ക്കുള്ള ഏക മാർഗം. അമിതമായി വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ഹാനികരമാവുകയും അപൂർവമായി മരണത്തിന് കാരണമാവുകയും ചെയ്യും. ഈ അവസ്ഥയെ വാട്ടർ ഇൻടോക്സിക്കേഷൻ അഥവാ ഹൈപ്പോനോട്രീമിയ എന്നാണ് അറിയപ്പെടുന്നത്. വെള്ളം കുടിച്ചു മരിച്ചു എന്ന് കേട്ടാൽ മുങ്ങി മരിച്ചതാണെന്ന് മാത്രം ചിന്തിക്കേണ്ട. അമിതമായി വെള്ളം കുടിച്ചതിനെ തുടർന്ന് അമേരിക്കയിൽ ഒരു സ്ത്രീ മരിച്ച വാർത്തയും മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അധികമായാൽ അമൃതം വിഷം എന്ന് കേട്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് വെള്ളവും അധികമായാൽ അപകടമാണ്. വാട്ടർ ടോക്സിസിറ്റി എന്ന അവസ്ഥയാണിത്. ജലവിഷബാധ, ഹൈപ്പർ ഹൈഡ്രേഷൻ, ഓവർ ഹൈഡ്രേഷൻ എന്നും അറിയപ്പെടാറുണ്ട്. തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിൽ മാരകമായേക്കാവുന്ന ഒരു അസ്വസ്ഥതയാണിത്. US-ലെ ഇൻഡ്യാനയിൽ നിന്നുള്ള 2 കുട്ടികളുടെ അമ്മയായ ആഷ്ലി സമ്മേഴ്സ് ആണ് ഇത്തരത്തിൽ അപൂർവമായ രോഗാവസ്ഥ ബാധിച്ചു മരിച്ചത്.
വളരെ വേഗത്തിൽ വെള്ളം കുടിച്ചതാണ് ഇവരുടെ മരണകാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 20 മിനിറ്റിനുള്ളിൽ 1.8 ലിറ്റർ വെള്ളമാണ് ഇവർ കുടിച്ചു തീർത്തത്. കുടുംബത്തോടൊപ്പം ഇന്ത്യാനയിൽ അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ആഷ്ലി. കനത്ത ചൂടിൽ നിർജ്ജലീകരണം അനുഭവപ്പെട്ട ആഷ്ലി ഒറ്റയടിക്ക് 4 കുപ്പി വെള്ളമാണ് കുടിച്ചു തീർത്തത്. തുടർന്ന് ഇവരെ ബാത്റൂമിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. വാട്ടർ ടോക്സിസിറ്റി മൂലമാണ് ആഷ്ലി മരണപ്പെട്ടതെന്ന് ഡോക്ടർമാർ പിന്നീട് വ്യക്തമാക്കി. തലച്ചോറിന്റെ പ്രവർത്തനങ്ങളിൽ മാരകമായേക്കാവുന്ന അവസ്ഥയാണ് വാട്ടർ ടോക്സീമിയ എന്നറിയപ്പെടുന്ന വാട്ടർ ടോക്സിസിറ്റി. അമിതമായി വെള്ളം കുടിക്കുന്നത് വഴി ശരീരത്തിലെ ഇലക്ട്രോലൈറ്റുകളുടെ സാധാരണ ബാലൻസ് സുരക്ഷിതമായ പരിധിയിൽ കവിഞ്ഞ് പുറന്തള്ളപ്പെടുമ്പോൾ ഉണ്ടായേക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വൃക്കകൾ അമിത ജലം നിലനിർത്തുന്നത് മൂലം ഇത് സംഭവിക്കാം. വാട്ടർ ടോക്സിസിറ്റി മൂലം രക്തത്തിൽ ജലാംശത്തിന്റെ അളവ് വർദ്ധിക്കാനും ഇടയാകും. സോഡിയം ഉൾപ്പെടെ രക്തത്തിലുള്ള ഇലക്ട്രോലൈറ്റുകളെ ഇത് നേർപ്പിക്കുകയും ചെയ്യും. വളരെ അപൂർവം കേസുകളിൽ മാത്രമാണ് വാട്ടർ ടോക്സിസിറ്റി മൂലം മരണം സംഭവിക്കുന്നത്. മരണത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത ശേഷം അമിതമായി വെള്ളം കുടിക്കുന്നത് മൂലമാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. കഠിനമായ വ്യായാമം ചെയ്ത ശേഷം വെള്ളം ധാരാളം കുടിക്കുമ്പോഴും വാട്ടർ ടോക്സിസിറ്റി ഉണ്ടാകാം. ചിലയിടങ്ങളിൽ അമിതമായ അളവിൽ വെള്ളം കുടിക്കാൻ നിർബന്ധിതനാക്കുന്ന തരത്തിലുള്ള പീഡന രീതികൾ പോലും നിലവിലുണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. വെള്ളം മറ്റേതൊരു പദാർത്ഥത്തെയും പോലെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അമിതമായി ഉള്ളിൽ ചെന്നാൽ വിഷമായി കണക്കാക്കാം. സാധാരണയായി മിക്ക ആളുകൾക്കും ഒരു ദിവസം 2 മുതൽ 4 ലിറ്റർ വരെ വെള്ളം മതിയാകും. ചില ന്യൂറോളജിക്കൽ അവസ്ഥകളോ മാനസിക വൈകല്യങ്ങളോ ഉള്ള ആളുകൾക്ക് അമിതമായ ദാഹം, അതായത് പോളിഡിസ്പിയ ഉണ്ടാകാം. 5 ലിറ്ററിൽ കൂടുതൽ വെള്ളം കുടിച്ചാൽ സോഡിയത്തിന്റെ അളവ് കുറയുകയും അനുബന്ധ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഹൃദയസ്തംഭനമോ വൃക്ക രോഗമോ ഉള്ള രോഗികൾക്ക് വെള്ളം കുടിക്കുന്നതിന് നിയന്ത്രണം ആവശ്യമാണ്. അല്ലെങ്കിൽ അവരുടെ ശ്വാസകോശത്തിൽ വെള്ളം കെട്ടി നിൽക്കാനും ശ്വാസതടസ്സം ഉണ്ടാകാനും സാധ്യതയുണ്ട്. പിന്നാലെ ഓക്കാനം, ഛർദി, വയറിലെ അസ്വസ്ഥത, തലവേദന, ആശയക്കുഴപ്പം, അപസ്മാരം തുടങ്ങിയവയാണ് വാട്ടർ ടോക്സിസിറ്റിയുടെ ന്യൂറോളജിക്കൽ ലക്ഷണങ്ങൾ. ഗുരുതരമായ കേസുകളിൽ കോമയും പിന്നീട് മരണവും സംഭവിക്കാൻ ഒരാളുടെ പ്രായം, ഭാരം, പ്രവർത്തന നില തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ച് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് വ്യത്യസ്തപ്പെടുന്നു. സാധാരണയായി കുറഞ്ഞ സമയത്തിനുള്ളിൽ അമിതമായ അളവിൽ വെള്ളം കുടിക്കുന്നതും അപകടകരമാണ്. മയക്കം, പേശികൾക്ക് വേദനയും ബലക്ഷയവും, ഉയർന്ന രക്തസമ്മർദ്ദം, ഡബിൾ വിഷൻ, ആശയക്കുഴപ്പം, ശ്വാസതടസ്സം എന്നിവയും വാട്ടർ ടോക്സിസിറ്റിയുടെ ലക്ഷണമാണ്. മറ്റൊരു ക്രൈം കൂടി ശ്രദ്ധിക്കണം. വേനൽ ചൂടും മഴയും ഇടകലർന്ന് നിൽക്കുന്നതിനാൽ കൊല്ലത്ത് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം തന്നെ 49 പേർക്കാണ് മഞ്ഞപ്പിത്തം പിടിപെട്ടത്. കൊല്ലം, കൊറ്റങ്കര ഉൾപ്പെടെയുള്ള ഗ്രാമപ്രദേശങ്ങളിലാണ് ഈ ഒരു രോഗഭീതി ശക്തമായതോടെ ആരോഗ്യവകുപ്പും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. കുടിവെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് പ്രധാനമായി രോഗം പകരുന്നത്. പൊതുസ്ഥലങ്ങളിൽ വിൽക്കുന്ന ശീതള പാനീയങ്ങളിൽ ഉപയോഗിക്കുന്ന ഐസിന്റെ കാര്യത്തിലും ജാഗ്രത പാലിക്കണം. വ്യാവസായിക ആവശ്യങ്ങൾക്കായി നിർമ്മിക്കുന്ന ഐസ് ബ്ലോക്കുകൾ പാനീയങ്ങളിൽ ഉപയോഗിക്കരുത്. പകരം ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ചുള്ള ക്യൂബ് ഐസുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സിക്കുന്നത് മരണത്തിന് വരെ കാരണമായേക്കാം. പനി മാറാനായി ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ പാരസെറ്റമോൾ ഗുളികകൾ കഴിക്കരുത്. ഇതും കരളിന്റെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കും. സർക്കാർ അംഗീകാരമില്ലാത്ത ഒറ്റമൂലി ചികിത്സാ കേന്ദ്രങ്ങളെയും ആശ്രയിക്കരുത്. ഏതായാലും ചൂട് സമയമാണ്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വെള്ളം കുടിച്ചില്ലെങ്കിലും നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം തന്നെ ഇത്തരത്തിൽ ചൂടല്ലേ എന്ന് കരുതി ഒരു കുപ്പിയൊക്കെ വെള്ളം ഒറ്റയടിക്ക് കുടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ സോഡിയം ലെവൽ കുറഞ്ഞ് അതും നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്.